വിരമിച്ച ബാങ്ക് ജീവനക്കാരുടെ സംഘടനയായ ഓൾ കേരള ബാങ്ക് റിട്ടയറീസ് ഫോറത്തിന്റെ 7ാമത് സംസ്ഥാന സമ്മേളനം ഒക്ടോബർ 9, 10 തീയതികളിൽ തിരുവനന്തപുരത്ത് KST ഹാളിൽ വെച്ച് നടക്കും. മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി തോമസ് ഐസക് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. വിരമിച്ച ജീവനക്കാരുടെയും നിലവിലെ ജീവനക്കാരുടെയും സംഘടനാ പ്രതിനിധികൾ സമ്മേളനത്തെ അഭിവാദ്യം ചെയ്യും. ബേസിക് പെൻഷൻ എന്ന് പറയുന്നത് 93-ലും 95-ലും ഒക്കെ റിട്ടയർ ചെയ്തവർ അന്ന് വാങ്ങിച്ച അതേ ബേസിക് പെൻഷൻ തന്നെയാണ് 2025-ലും വാങ്ങുന്നത്. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ആയാലും കേന്ദ്ര സർക്കാർ പേ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലൊക്കെ ശമ്പളം പരിഷ്കരിക്കുമ്പോൾ സ്വാഭാവികമായും പെൻഷനും പരിഷ്കരിച്ചു പോവുകയാണ് പതിവ്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നായി 300-ൽ പരം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. ബാങ്ക് ദേശസാൽക്കരണത്തെ തുടർന്ന് വൻതോതിലുള്ള റിക്രൂട്ട്മെന്റ് നടന്ന കാലഘട്ടത്തിൽ ജോലിയിൽ പ്രവേശിച്ചവരാണ് ഇന്ന് ബാങ്കിംഗ് മേഖലയിലെ വിരമിച്ച ജീവനക്കാരിൽ ഭൂരിഭാഗവും. ഈ സാഹചര്യത്തിലാണ് 2011-ൽ ഓൾ കേരള ബാങ്ക് റിട്ടയർ ഫോറം എന്ന സംഘടന രൂപീകരിക്കപ്പെടുന്നത്. പൊതുമേഖലാ, സ്വകാര്യ മേഖലാ ബാങ്കുകൾ, ഗ്രാമീണ ബാങ്ക്, കേരള ബാങ്ക്, റിസർവ് ബാങ്ക് എന്നിവയിൽ നിന്ന് റിട്ടയർ ചെയ്തവരാണ് ഈ സംഘടനയിലെ അംഗങ്ങൾ. പെൻഷൻ പരിഷ്കരണം, വിരമിച്ച ജീവനക്കാരുടെ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തുടങ്ങിയ വിവിധ വിഷയങ്ങൾ ഏറ്റെടുക്കുകയും പൊതുപ്രശ്നങ്ങളിൽ ഇടപെട്ട് സജീവമായി പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ട് മാതൃകാപരമായി മുന്നോട്ട് പോകുന്ന സംഘടനയാണിത്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾ RTI ആക്ട് അനുസരിച്ചിട്ട് കുറേ ഡേറ്റാസ് കളക്ട് ചെയ്തിരുന്നു. അത് കഴിഞ്ഞൊരു വർക്ക്ഷോപ്പ് നടത്തി. ആ വർക്ക്ഷോപ്പിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്തിയ വിവരങ്ങൾ ഞങ്ങളൊരു പുസ്തക രൂപത്തിൽ പബ്ലിഷ് ചെയ്യുകയും കണ്ടെത്തിയ വിവരങ്ങൾ കേന്ദ്ര DFSലും ഫൈനാൻസ് സെക്രട്ടറിക്കും കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രിക്കും പിന്നെ ഞങ്ങളുടെ ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷൻ്റെ ചെയർമാനും റിസർവ് ബാങ്ക് ഗവർണർക്കും ഒക്കെ അയച്ചു കൊടുത്തിട്ടുള്ളതാണ്. 1995-ൽ മാത്രമാണ് ബാങ്ക് ജീവനക്കാർക്ക് പെൻഷൻ ലഭ്യമായി തുടങ്ങിയത്. അതുതന്നെ നിരവധി പ്രക്ഷോഭങ്ങളുടെയും സമരങ്ങളുടെയും ഫലമായി. എന്നാൽ ഓരോ 5 വർഷങ്ങൾ കഴിയുമ്പോഴും ബാങ്ക് ജീവനക്കാർക്ക് ശമ്പള പരിഷ്കരണം നടക്കുന്നുണ്ടെങ്കിലും വിരമിച്ച ജീവനക്കാർക്ക് പെൻഷൻ പരിഷ്കരണം നടന്നിട്ടില്ല. അതിനുവേണ്ടിയുള്ള പ്രക്ഷോഭങ്ങളിലും നിയമ പോരാട്ടങ്ങളിലുമാണ് AKBRF എന്ന സംഘടന. പെൻഷൻ പരിഷ്കരണം സംബന്ധിച്ച് സംഘടന നൽകിയ ഒരു കേസ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. റിട്ടയർ ചെയ്യുമ്പോൾ ജീവനക്കാർക്ക് ലഭിക്കേണ്ട CPF-ന്റെ വിഹിതം കൂടി ചേർത്ത് രൂപീകരിക്കപ്പെട്ട പെൻഷൻ ഫണ്ടിൽ നിന്നാണ് പെൻഷൻ നൽകുന്നത്. ഈ പെൻഷൻ ഫണ്ടിലെ നീക്കിയിരിപ്പ് ഓരോ വർഷവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. കൂടാതെ കേരള ബാങ്ക് ജീവനക്കാർക്ക് പെൻഷൻ നൽകുന്ന ഉത്തരവാദിത്തം ബാങ്ക് ഏറ്റെടുക്കണമെന്നും AKBRF ആവശ്യപ്പെട്ടു. വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.